സ്വാതന്ത്ര്യത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയും മീനാക്ഷിയും ഓടി ചെല്ലുണ് ആര്യന്റെ അടുത്തേക്ക്. എന്ത് പറ്റി ആര്യാന്ന് ചോദിക്കും. ഹലോ, എന്ത് പറ്റാൻ? ഈ മിത്രേച്ചിയുടെ ഏട്ടൻ ചെയ്ത പണി, ആങ്ങളെ ചെയ്ത പണീനെ എന്റെ ചേട്ടനെ തല്ലി എന്നും പറഞ്ഞിട്ട് അനു അവിടെ ചൂടാവുകയാണ് ചെയ്യുന്നത്. മീനാക്ഷിക്കാണെങ്കിൽ ആര്യനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല. കാരണം മീനാക്ഷിക്ക് ആര്യനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മീനാക്ഷി പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല, വാ ചോദിക്കാന്ന് പറഞ്ഞ് മിത്രനോട് പറഞ്ഞ്. മിത്രയും പറയുന്നത് അതേ, വാ നമുക്ക് ചോദിക്കാന്ന് പറയും. അങ്ങനെ ആനന്ദ് തടയിന് വേണ്ട, അമ്മ ചോദിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ആരും ചോദിക്കാനും നിൽക്കണ്ടെന്ന് പറയും. പിന്നീട് മിത്രയ്ക്ക് ആര്യനെ കാണുമ്പോൾ വല്ലാത്ത സങ്കടമാവുന്നുണ്ട്, ഒന്ന് ആശ്വസിപ്പിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ആര്യന്റെ മുഖം കാണുമ്പോൾ പേടിച്ചിട്ട് ഒന്നും പറയാനും പറ്റാത്ത അവസ്ഥ. പിന്നീട് ഏട്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോന്ന് മിത്ര ആനന്ദിനോട് ചോദിക്കുമ്പോൾ കൊണ്ടുപോയി, മിത്രയെ പേടിക്കാനൊന്നുമില്ല എന്ന് പറയും. പിന്നെയും മിത്ര ദയനീയമായി നമ്മുടെ ആര്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആര്യൻ നോക്കുന്നൊന്നും ഉണ്ടാവില്ല, മിത്രയുടെ മുഖത്തേക്ക് തന്നെ നോക്കാണ്ട് നിൽക്കുമ്പോൾ ആനന്ദിന് എന്തോ കാര്യം മനസ്സിലാവുണ്ട്. അങ്ങനെ ആനന്ദ് പെട്ടെന്ന് ആര്യ കുഴപ്പമില്ലെങ്കിൽ ഇല്ല എന്ന് പറയടാ, മിത്രനെ വിഷമിപ്പിക്കാണ്ടെന്ന് പറയും. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആര്യനകത്തേക്ക് പോകും. പിന്നാലെ മിത്രയും പോകുന്നുണ്ട്. അതിനുശേഷം മിത്ര പറയും, ആര്യ എന്തിനാ ഇങ്ങനെ അടികൊണ്ട് നിന്നത്, തിരിച്ചടിക്കുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പറയും തിരിച്ചടിക്കാനെങ്ങനെ, തിരിച്ചടിക്കേണ്ട, അവരുടെ മുന്നിൽ ഞാൻ തെറ്റ് ചെയ്തതല്ലേ. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമം, നിന്നെപ്പറ്റി ചോദിച്ചില്ല, അവൻ ആ സ്വർണവും പണവും മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും ആ സ്വർണവും പണവും നമ്മുടെ കയ്യിലില്ലല്ലോ, അപ്പം അതുകൊണ്ട് ഇനിയും ഇതുപോലെ പ്രതീക്ഷിക്കാം, ഞാനത് പ്രതീക്ഷിച്ചിട്ട് നടക്കണേന്ന് പറയും. അങ്ങനെ മിത്ര പറയും, ഞാൻ ഒന്ന് ആവി പിടിച്ചേറ്റ മുറിവിൽ ഒരാശ്വാസം കിട്ടുന്നപ്പോൾ വേണ്ട, സഹതാപവും സ്നേഹവും എൻ്റെ അടുത്ത് വേണ്ട എന്നും പറഞ്ഞ് എൻ്റെ അമ്മ എൻ്റെ ഇതിലിവിടെ ആരും, നീ എന്ത് തെറ്റ് ചെയ്ത്, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ അമ്മയല്ലേ തെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം സത്യങ്ങളെല്ലാം മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞാൽ എൻ്റെ അമ്മ കുറ്റക്കാരിയാവൂലേ, അങ്ങനെ എൻ്റെ അമ്മനെ കുറ്റക്കാരിയാക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ആര്യൻ. അതിനുശേഷം മരുന്നെടുത്ത് സ്വന്തം വെള്ളം എടുക്കാൻ പോകുമ്പോൾ വെള്ളം ഞാനെടുത്ത് തരാൻ, വേണ്ട എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ആര്യൻ വെള്ളം എടുത്ത് കുടിക്കും. എന്നാൽ കട്ടിലിൽ കിടന്നോ, ഞാൻ താഴത്ത് കിടന്നോളാം, മേലൊക്കെ വേദന എടുക്കുന്നപ്പോൾ ഇല്ല, ഞാൻ ഇന്ന് മുകളിലാണ് കിടക്കാൻ പോകണമെന്ന് പറയും. അങ്ങനെ ആര്യൻ പോവും. പിന്നീട് മിത്ര അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് പൊട്ടിക്കറിയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുകളിലാണ് ചേട്ടനെ, ആര്യൻ ചെല്ലിനേക്കാൾ മുന്നേ തന്നെ ചേട്ടന്മാരും മാമനും കൂടി അലോകിനെ തല്ലാനുള്ള പ്ലാൻ ഇടുന്നു. കൂട്ടത്തിൽ മീനാക്ഷി ഉണ്ട്. മീനാക്ഷി പറയുന്നുണ്ട്, ഇപ്പം വേണ്ടാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, കാരണം മറ്റുള്ളവരൊന്നും വേണ്ടാന്ന് പറഞ്ഞ നിലയ്ക്ക് ഇനി അങ്ങനെ ചെയ്യണ്ടെന്ന് എന്നെ പറയും, ഞാൻ പറയുന്നതിനൊക്കെ പറയും, അത് വേണ്ട, അത് ശരിയാവില്ല മീനാക്ഷി, ആദ്യമായിട്ട് ആനന്ദ് ഒരാളെ തല്ലാനായിട്ട് അങ്ങോട്ട് പോകാൻ തയ്യാറാവുന്നത്, അത് ശരിയാവില്ല മീനാക്ഷി, ഞങ്ങളുടെ അനിയനെ തൊട്ടുക ഞങ്ങൾക്ക് വേദനിക്കുന്നു പറഞ്ഞപ്പോൾ മിത്രരാങ്ങളല്ല അലോക്, അപ്പം മിത്രനെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ നമ്മുടെ ധർമ്മം പറയും, മീനാക്ഷി അലോകിനെ തല്ലണമെന്ന് ഇവർ പറഞ്ഞാൽ ഞാൻ ഇവരെ ഭാഗത്ത് നിൽക്കുള്ളൂ എന്ന് പറയും. അങ്ങനത്തെ തെറ്റിന് അവൻ ചെയ്തേന്നൊക്കെ പറയാൻ സമയത്ത് ആര്യനും വരുന്നുണ്ട്. പായം തല്ലിനെ കയറ്റി വരും, നീ എന്ത് ഇവിടെ കിടക്കണേ, നീ മിത്ര എടുത്ത് പോയി കിടക്ക്, ഇന്നലെ നീ ഇവിടെ അല്ലേ കിടന്നത്, എന്നിട്ട് നിന്നെ അമ്മ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോയതല്ലേ എന്നൊക്കെ ചോദിക്കും. എനിക്ക് ഇന്ന് ഇവിടെ കിടക്കണം, അതുപോലെ കാറ്റൊക്കെ കൊണ്ട് കിടക്കാനെന്ന് പറയും. അങ്ങനെ മിത്രനോട് ഞാനത് പറഞ്ഞപ്പോൾ മിത്ര സമ്മതിച്ചെന്ന് പറയും. കണ്ട, അങ്ങനെയാണ് ഭാര്യമാരായാലെന്ന് ആകാശ് പറയും. അതെന്താ ആകാശ് അങ്ങനെ പറയുന്നത്? അതല്ല, ഞാനൊന്നും ഇവിടെ കിടന്നോട്ടെ മീനു എന്ന് ചോദിക്കും. എന്നാൽ ശരി, ഇന്നൊരു ദിവസം ഇവിടെ കിടന്നോളാൻ പറയും. അങ്ങനെ മീനാക്ഷി, അവർ 3 പേര്, മീനാക്ഷി പറയുന്നുണ്ട്, ആര്യ എനിക്ക് ഇതിനോട്ട് കാര്യം പറയാണ്ട്, നിന്നെ തല്ലിയതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അലോകിനോട് ദേഷ്യമുണ്ട്, ഇവർ പകരം വീട്ടാൻ പോവുകയാണ്, നീ എന്താ പറയണേ, അതായിരിക്കും ഞാൻ ചെയ്യണേ, എന്ത് സഹായം വേണില്ല എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും, നീ എന്ത് പറയണേന്ന് ചോദിക്കുമ്പോൾ, വേണ്ട ഏട്ടത്തി, ഞാൻ പറഞ്ഞില്ല ഒന്നും വേണ്ടാന്ന്, എൻ്റെ ഈ മുറിവ് ഉണങ്ങുന്ന ദിവസം ഞാൻ എൻ്റെ തീരുമാനം പറയാം, അന്ന് നമുക്ക് ആലോചിക്കാമെന്ന് പറയും. അങ്ങനെ മീനാക്ഷി പോകും. മീനാക്ഷി പോകുമ്പോൾ മിത്രയുടെ മുറിയിൽ മിത്ര ഇരുന്ന് കറിയായിരിക്കുള്ളൂ. മീനാക്ഷി അവിടേക്ക് ചെല്ലും. മീനാക്ഷി പറയും, സാരില്ല മോളെ, എല്ലാം പോട്ടെ, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, മോള് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ, ചേച്ചി ഇതിലിപ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല, ഇനിയും ചിലപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ എൻ്റേതായ, നമുക്ക് പരാതി കൊടുക്കാമെന്ന് ചോദിച്ചാൽ കേസും കൂട്ടൊക്കെ ആയ പല വഴിക്ക് അന്വേഷണം പോലെ ഞാൻ എൻ്റേതായ രീതിയിലൊന്ന് അന്വേഷിക്കട്ടെ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ മോൾ എന്ത് ചെയ്യാനാണ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു മിത്രനോട് മീനാക്ഷി ചോദിക്കുമ്പോൾ, ചെയ്യാനൊക്കെ കഴിയും ചേച്ചി, വരട്ടെ എന്ന് പറയും. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പിന്നെ മിത്ര മിഥുൻ്റെ അന്വേഷിച്ച് പോകാനുള്ള തയ്യാറെടുപ്പാണ്. പിന്നെ കാണിക്കുന്നത് അന്ന് രാത്രി നമ്മുടെ ഗോമതി ബാലനും കിടന്നുറങ്ങായിരിക്കുള്ളൂ. ബാലൻ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. ബാലൻ കണ്ണ് തുറക്കുമ്പോൾ ഗോമതി നല്ല ഉറക്കത്തിലായിരിക്കും ഇരുന്നത്. ബാലൻ പതുക്കനെ എഴുന്നേറ്റ് പോകുന്ന ടെറസിൻ്റെ മുകളിലേക്ക് ചെന്ന് ആര്യൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ തലോട് കൈയൊക്കെ എടുത്ത് ഉഴിഞ്ഞ് ഉമ്മ വെച്ച് കരയിനൊക്കെ ഉണ്ട്. ഗോമതി എനിക്ക് ഈ കാഴ്ചയൊക്കെ മറിഞ്ഞെന്ന് കാണുന്നുണ്ട്. അങ്ങനെ കർശനക്കാരനായ ബാലൻ എന്ന അച്ഛൻ്റെ നെഞ്ചുരുകണത് ഗോമതി കണ്ടു.
പിന്നീട് ബാലൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ ആര്യനും കണ്ണു തുറക്കുന്നുണ്ട്. ആര്യൻ നിറഞ്ഞ കണ്ണുകളോട് അച്ഛൻ പോണത് നോക്കി നിൽക്കും. അച്ഛന് തന്നോട് എത്രത്തോളം സ്നേഹമുണ്ടെന്നുള്ള കാര്യം ഗോമതിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് മിത്ര പുറത്തേക്ക് വരുമ്പോൾ മീനാക്ഷി കോലൊക്കെ ഇടയായിരിക്കും. മീനാക്ഷി എടുത്ത് പുന്നാരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശം നിൽക്കേണ്ട രണ്ടുപേരെയും കൊഞ്ചലും കുഴലൊക്കെ കണ്ടപ്പോൾ മിത്ര കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. മിത്രയ്ക്ക് വല്ലാത്ത വിഷമാവും. മിത്ര പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോകും. ആ ഭാഗം കാണുമ്പോൾ ആകാശം മീനാക്ഷിയുടെ സ്നേഹം കാണുമ്പോൾ മിത്ര പെട്ടെന്ന് സങ്കടത്തോടെ അകത്തേക്ക് പോവാണ്ട് ചെല്ലുമ്പോൾ ആര്യ മൊബൈൽ നോക്കിയിരിക്കും. ആര്യാന്ന് വിളിക്കും. എന്താന്ന് ചോദിക്കും. ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് കിന്നാരം ചോദിച്ചാൽ എൻ്റെ അടുത്തേക്ക് വരണ്ടാന്ന്. എങ്ങനെ ഉണ്ടായാലും ഇല്ലെങ്കിലും നിനക്ക് എൻ്റെ വേദന കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നീ നോക്കണ്ടെന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് പോകും. പിന്നീട് മിത്ര അലമാര തുറന്നു കഴിഞ്ഞിട്ട് അച്ചമ്മ കൊടുത്താൽ കൃഷ്ണൻ എടുക്കും. കൃഷ്ണൻ എടുത്തിട്ട് പറയും, കൃഷ്ണ എന്നോട് എന്തിനീ അത് ചെയ്തത്? ഞാൻ സ്നേഹിച്ച ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് വീട്ടുകാരൊക്കെ വെറുപ്പിച്ച് അയാളുടെ കൂടെ പോയി. അയാൾ എന്നെ ഗുരുവായൂർ നിന്റെ സന്നിധിയിൽ എത്തിച്ച് നിന്റെ മുന്നിൽ നട തള്ളിയിട്ട് അയാൾ രക്ഷപ്പെട്ട് എൻ്റെ സ്വർണവും കൊണ്ടുപോയി. പിന്നെ എൻ്റെ അപ്പച്ചിനെ ഞാൻ കണ്ടുമുട്ടി. അതോടുകൂടി എൻ്റെ കഷ്ടകാലം വീണ്ടും തുടങ്ങി. അപ്പച്ചി എനിക്ക് ഇങ്ങനൊരു ജീവിതം തന്ന്. ഇത് ഞാൻ ആഗ്രഹിച്ചതല്ല. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളെ വിവാഹം കഴിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ആര്യനും നേരെ തിരിച്ചു അങ്ങനെയായിരുന്നു. ഞങ്ങൾ രണ്ടാളെ ജീവിതം ഗുരുവായൂർ വെച്ച് തന്നെ നശിച്ചു. നിന്റെ മുന്നിൽ വെച്ച് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ, എന്നിട്ടും ഇപ്പം നല്ലൊരു ജീവിതം എനിക്ക് മുന്നിലില്ല. ഇനി എൻ്റെ ജീവിതം എങ്ങോട്ടാണ് ഒഴുകി പോകണമെന്ന് എനിക്കൊന്ന് പറഞ്ഞതായോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മിത്ര പൊട്ടിക്കരയുന്നു കൃഷ്ണനെ പിടിച്ചിട്ട്. പിന്നെ ഗോമതിനെ കാണിക്കുന്നത്, ഗോമതിയുടെ അടുത്തേക്ക് ബാലൻ കയറി വരുന്നുണ്ട്. പൊതിയൊക്കെ ഉണ്ടാവും കയ്യിൽ. ഗോമതി ഇത് കുറച്ച് മാതളമാണ്, ഇത് എൻ്റെ അല്ലി എടുത്തിട്ട് ജ്യൂസ് അടിച്ച് ആര്യന് കൊടുക്കാൻ പറയും. പിന്നെ ഞാൻ കൊണ്ടുവന്നാണെന്ന് പറയണ്ടെന്ന് പറയും. ഞാൻ പറയും ഒന്ന് ഗോമതി പറയും, ബാലേട്ടൻ കൊണ്ടുവന്ന് തന്നത് തന്നെയാണെന്ന് പറഞ്ഞു തന്നെ ഞാൻ അവന് ഈ ജ്യൂസ് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ ഗോമതി പെട്ടെന്ന് എന്തിനാ അവനറിയാം അച്ഛൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്, പിന്നെ എന്തിനാ ഇങ്ങനെ മറച്ചു വെച്ച് സ്നേഹിക്കാൻ നിൽക്കണേന്ന് ചോദിച്ചപ്പോൾ ബാലൊന്നും വിടൂല. ആ സമയത്ത് ആര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ആര്യ അതേ അച്ഛൻ ജ്യൂസ് നിനക്ക് ജ്യൂസ് അടിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് മാതളം കൊണ്ടിട്ടുണ്ടെന്ന് പറയും. ആര്യ പെട്ടെന്ന് അടുക്കളയ്ക്ക് പോകാൻ പോകുമ്പോൾ കസേരയമ്മനെ മറ്റോ കാല് തട്ടി പെട്ടെന്ന് തന്നെ മറിഞ്ഞ് വീഴാൻ നോക്കുമ്പോൾ ഓടി വന്ന് ബാലം പിടിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നടക്കണ്ടേന്ന് ചോദിക്കും. അങ്ങനെ പെട്ടെന്ന് ആര്യന് വല്ലാത്ത സങ്കടമാവുന്നുണ്ട്. അച്ഛൻ അത്രയ്ക്ക് സ്നേഹമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം മോനെ ഈ സമയത്ത് നിന്നോട് ചോദിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ആ സ്വർണത്തിനെ കുറിച്ച് നിന്റെ തീരുമാനം എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പം ഗോമതിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുന്നുണ്ട്. നീ മോനെന്ന് വിളിക്കുമ്പോൾ തന്നെ ആര്യൻ്റെ ചങ്ക് ഇങ്ങനെ തകർന്നു പോകുന്നുണ്ട്. മോനെ ആ സ്വർണം മോഷണം പോയാണെങ്കിൽ നീ അത് പറയ്, നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആര്യൻ അങ്ങനെ എട്ടുന്നുണ്ട്. പോലീസിൽ പരാതി കൊടുത്താൽ പല സത്യങ്ങളും പുറത്തു വരും. അതുകൊണ്ട് തന്നെ ആര്യൻ അത് സമ്മതിക്കില്ല. അച്ഛാ ഞാൻ പറഞ്ഞില്ല സ്വർണത്തിനെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട, അതെൻ്റെ കയ്യിൽ നിന്ന് ചിലവായിപ്പോയിന്ന് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ബാലനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.